അങ്കിളെ, ഇത് അങ്കിളുടെ തന്നെ വീടല്ലേ? അതെന്താ സംശയം? ഇവിടെ അങ്കിള് മാത്രമേ താമസിക്കുന്നുള്ളൂ? അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. അല്ല, ചുമ്മാ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി ചോദിച്ചത് അങ്കിളെ. അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. എന്നാൽ ഇത്രയും വലിയ വീട്ടിൽ അങ്കിൾ ഒറ്റയ്ക്ക് എങ്ങനെ താമസിക്കുന്നേ? അങ്കിൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ആവശ്യമില്ലാതെ ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അതെ, അങ്കിളിന് ചോദ്യങ്ങളൊന്നും ഇഷ്ടമല്ല അല്ലേ? ആ, എനിക്ക് ചോദ്യങ്ങളൊന്നും ഇഷ്ടമല്ല. ശരി, ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല. അങ്കിൾ ഈ വീട് എത്ര വാടകയ്ക്കാ കൊടുക്കുന്നേ? എടി, ഈ മനുഷ്യന് മെന്റലി എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ ഒരു തോന്നുന്നത്. മെന്റലായ ആൾക്കാരെങ്കിലും ഇത്രയും വലിയ വീട് കൊടുക്കും? അങ്ങനെ കൊടുക്കാൻ പാടില്ല, നീ മുന്നിലല്ലോ. നമുക്കൊരു കാര്യം ചെയ്തല്ലോ, നൈസായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാലോ? അതാ നല്ലത്. നടക്കാം അങ്കിളെ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങുവാ. ഇങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലോട്ട്. ഇനി മുതൽ ഇതല്ലേ നിങ്ങളുടെ വീട്? അതിന് ഞങ്ങളിവിടെ താമസം തുടങ്ങിയില്ലല്ലോ. നിങ്ങളിവിടെ താമസിക്കാനല്ലേ വന്നത്? ഈ പുള്ളിക്കറി എന്തൊക്കെയാ പറയുന്നത്? നമുക്ക് പോവാം. അതാ നല്ലത്. നിക്ക്, പുള്ളി കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തോണ്ടോ? വയസ്സായ ആളല്ലേ, ക്ഷമിക്ക്. അതായത് അങ്കിളെ, ഞങ്ങൾ ഈ വീട് കാണാൻ വേണ്ടി വന്നു, ഞങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇനി ഞങ്ങൾ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളിവിടെ താമസിക്കുന്നില്ലേ? ഇല്ല, അതെന്താ? ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ? ഇത്രയും വലിയ വീടല്ലേ ഇത്? അതെ, കൂടുതൽ ചോദ്യമൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട. ഞങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകണം. ഓ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ ചോദിക്കാൻ പാടില്ല. ഷേടാ, ഇത് എന്തൊരു കഷ്ടമാണേ. ഞങ്ങളെ, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ താമസിക്കാൻ ഒരു വീടാ നോക്കുന്നത്, അല്ലാതെ ഇതുപോലെ ഒരു ജയിലല്ല കേട്ടോ. ഞങ്ങൾ പോകുന്നു. ഓടി നടത്തി അങ്ങോട്ട് പോ. വാ. നിങ്ങോട്ട് വന്നേ. ഇന്നലെ കൊച്ചിന് സുഖമില്ലാഞ്ഞോട്ടാ വരാഞ്ഞത്. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം അതല്ലല്ലോ. ഇന്നെന്താ ഇങ്ങോട്ട് വന്നതെന്ന്. ഞാൻ ജോലി ചെയ്യാൻ വന്നതാ. ആ, നീ ഇവിടെ ജോലിയൊന്നും ചെയ്യണ്ട, ഉള്ളതൊക്കെ ഞാൻ ചെയ്തു. എങ്കിൽ പിന്നെ നാളെ വരാം. വേണമെന്നില്ല, സാർ നോക്കിയോ. വിരുന്നുകാരുണ്ട് അവിടെ, ചെരുപ്പുകളൊക്കെ കൂടുതൽ കിടക്കുന്നത്. അതായത് താൻ എന്തിനാ അറിയുന്നത്? താൻ ചെല്ലേ. എന്റെ ഈശ്വര, അയ്യോ ചാരു, ഇത് ചാരു. എന്താടി പോടി? ഇടി, നമ്മൾ എവിടാ? നിനക്ക് വല്ല ബോധമുണ്ടോ? വീട്ടില്. ഇടി, കണ്ണ് തുറന്ന് നോക്കടി പുല്ലേ, നമ്മള് വീട്ടില് നല്ല എണീക്കങ്ങോട്ട്. ഇടി ടീനെ, കഴുത്തം. ഇടി ചാരു, നീ കണ്ണു ഓർക്ക്, നമ്മൾ എവിടെ നോക്ക്. നമ്മൾ ഇവിടെ കിടന്നാണ് ഉറങ്ങിയത്? ഇടി, നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങിയതല്ല, ആ കിളവൻ നമ്മളെ ഇവിടെ കിടത്തി ഉറക്കിയതല്ലേ. അയ്യോ, സമയം വാച്ചിട്ടിട്ട് ഓടത്തുമില്ല. എടി, എന്താടി? എടി, ഫോൺ കാണുന്നില്ല. നിന്റെ അതിനകത്ത് നോക്കി, എന്റെ ഫോൺ അതിനകത്തുണ്ടോന്നാ? ഇല്ലടി, ഞാൻ ഇവിടെ തന്നെ വെച്ചത്. എടി, അയാള് നമ്മുടെ ഫോണൊക്കെ എടുത്ത് മാറ്റിയടി. എടി, അങ്ങനെയാണെങ്കിൽ അയാൾ നമ്മൾ വിചാരിച്ച ആളല്ല. നമ്മളയാള് ലോക്ക് ചെയ്തേക്കുവാ. എന്തിന്? അതെനിക്കറിയില്ല. വാ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. വിളിക്കണേ അവളെ. എടി ടീനെ,
യ്യോ, ടീ എണീക്കടി. എഴുന്നേക്ക്. എണീക്ക് അങ്ങോട്ട് എന്റെ ഈശ്വരാ. ഗുഡ് മോർണിംഗ് ഗൈസ്. അത്ര ഗുഡുള്ള മോർണിംഗ് ഒന്നുമില്ല, ബാഡ് ആടി. കണ്ണു തുറന്ന് നോക്ക്. നമ്മൾ എവിടെയാന്ന് വല്ല ബോധമുണ്ടോ? സ്റ്റിൽ നമ്മളിവിടെ തന്നെയാ. ഞാൻ വിചാരിച്ചെന്റെ നൈറ്റ് മെയർ ആയിരിക്കും. എടി നമുക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ. നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. എനിക്ക് ഇവിടുന്ന് ആദ്യമേ വരുന്നില്ലേ കൂടെ? എനിക്ക് അങ്ങോട്ട് എവിടെ ഡോറുണ്ട്? തുറക്കുന്നില്ല. വന്നേ ചാരു. എന്റെ ഈശ്വര, ഇത് നശിച്ച നേരത്താണ് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയത്. എടി അയാൾ എന്തിനായിരിക്കും നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ആർക്കറിയാം? എനിക്ക് തോന്നുന്നത് അയാൾ സൈക്കോ ആണെന്ന്. എന്ത് കുന്നാണെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടേ പറ്റൂ. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ പോലീസിനെ എങ്ങനെ വിളിക്കായിരുന്നു? ഇപ്പൊ അതും പറ്റുന്നില്ലല്ലോ. ഹലോ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കുവോ? ഇടി നിക്കാൻ വിളിച്ച പറയടി, വാ തുറക്കടി അങ്ങോട്ട്. ഹലോ ചേട്ടന്മാരെ, ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളൊന്ന് രക്ഷിക്കണേ. ഇങ്ങനെ വിളിച്ചു പോകാൻ ഇത്രയും വലിയ വീട് സൗണ്ട് പുറത്തേക്ക് പോവില്ല. അങ്ങനെ അവര് വീട് പണിഞ്ഞേക്കുന്നേ. ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യും? പണിയായി. പണിയായെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറ, ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? എടാ, എനിക്കൊരു ഐഡിയ തോന്നുന്നുള്ളൂ. നമുക്ക് മൂന്നുപേർ കൂടെ അയാൾ ഇടിച്ചൊതുക്കിട്ട് രക്ഷപ്പെടാം. അല്ല ഇപ്പൊ എന്ത് ചെയ്യും? നീ ഇത് മണ്ടത്തരോടി പറയണേ. ആള് കിളവനാണെങ്കിൽ അയാള് കാര്യമൊക്കെ അറിയുന്ന ആളാ. ഇന്നലെ ഒറ്റ കുത്തിലല്ലേ നമ്മൾ ഉറക്കിയത്. എടി, 8ന്റെ പണി കൊടുക്കുന്നവന് 16ന്റെ പണി കൊടുക്കണം. എങ്ങനെ? എടി, അത് നമുക്ക് നോക്കാം. നീ ടെൻഷൻ ആവല്ലേ. പുറത്തേക്കുള്ള വഴി എന്നെ എഴുതി തളർന്നു അല്ലേ? ഇതാ ഞാനിത് നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. പിടിച്ചോ. പിടി, നീയും പിടി. വിശപ്പുണ്ടെങ്കിൽ അകത്ത് ദോശയും കറി ഇരിപ്പുണ്ട്, എടുത്തിട്ട് കഴിച്ചോ. ഞങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ട, ഞങ്ങളൊന്ന് പറഞ്ഞു വിടുവോ? ഇവിടെ നിന്ന് പോകുന്ന കാര്യം ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. ഫോണെങ്കിലും ഒന്ന് തരുവോ? അതും എന്റെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ട്. നിങ്ങളിത് ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. നിങ്ങളുടെ ഈ പൊട്ട വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ആദ്യമേ പറഞ്ഞല്ലേ, പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നേ. വീടിനെ മാത്രം കുറ്റം പറയല്ലേ മോളെ. വീടിനെ കുറ്റം പറഞ്ഞാൽ അകത്ത മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുലക്ഷ്മി ഉണർന്ന് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വന്നാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കുമാകില്ല. കാരണം ഈ വീട് അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു അവൾക്ക്. ഓഹോ, അപ്പൊ നമ്മളില്ലാതെ വേറെ പിള്ളേരെ നിങ്ങൾ ഇതിനകത്ത് പൂട്ടിട്ടുണ്ടല്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവളിവിടെ വരാറുണ്ട്. നിങ്ങൾക്ക് ആഹാരം വേണമെങ്കിൽ അടുക്കളയിൽ പോയിട്ടെടുത്ത് കഴിക്കുക. അരുവിക്കരികിൽ മരമുണ്ടേ, മരത്തിലൊരു കിളിയുണ്ടേ, കിളിയോ കൂടണഞ്ഞില്ല, അമ്മക്കിളിയൊന്നില്ല. അരുവിക്കരികിൽ മരമുണ്ടേ, മരത്തിലൊരു കിളിയുണ്ടേ. എടി, ടീന പറഞ്ഞതുപോലെ അയാൾ ഒരു സൈക്കോ ആണെന്നാ തോന്നേ. അല്ലെങ്കിൽ നമുക്ക് ഈ ഓലപ്പാമ്പൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെയൊക്കെ പറയുമോ? എടി, ഇതൊരു ഓലപ്പാമ്പല്ലടി, പിന്നെ ഇതൊരു സൂചനയാണ്. എന്ത് സൂചന? ഓലപ്പാമ്പിന് വിഷം ഉണ്ടാവത്തില്ല, പക്ഷെ ഇതും ഒരു പാമ്പാണ്. എടി മുതുക്കി, ആ കിളവിന്റെ കൂടെ ചേർന്ന് നിനക്കും ഭ്രാന്തായോ? നീ മിണ്ടരുത്, മാറ്. നിനക്കൊരു 16ന്റെ ഐഡിയ ഉണ്ടല്ലോ, അതെന്താന്ന് പറഞ്ഞ് തുറക്കിനിയെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ കണ്ട് ചാകാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം അടുക്കളയിൽ പോയിട്ട് ദോശ തിന്നാം. ഓ, ഈ നശിച്ചവിടെ വിശപ്പ് എങ്ങനെ തീർന്നത്? ഇവിടെ കണ്ട് ചത്താലേക്ക് വിശപ്പ് തീരുമണി ഭൂദേവി. എന്റെ ഈശ്വര, നമ്മളിനി എന്ത് ചെയ്യും? പുറലോകം നമ്മളിനി കാണുമോ? പറ. അയ്യോ, എനിക്ക് എന്റെ അമ്മ കഴിക്കാൻ പോണു. നീ നിക്കടി. നീ പോണോ? ഞാനും വരണ. പേര് മാറ്റണം. പൈസ കുഴപ്പമില്ല, 600 രൂപ ആവത്തുള്ളൂ. നമുക്കത്
സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. 1000 രൂപ ആയിരുന്നാലും കുഴപ്പമില്ല സാർ. ആ എനിക്ക് ഗുണ്ട ബെഞ്ചമിൻ എന്നുള്ള പേര് മാറ്റി ബെഞ്ചമിൻ ആക്കി തരണം. നാട്ടിൽ ഇറങ്ങി നടക്കാൻ എന്താ വൃത്തിയില്ല. തന്നെ. കൂലിപ്പണിക്ക് പോലും ആരും വിളിക്കുന്നില്ല. അല്ല ഈ ഗുണ്ട ബെഞ്ചമിൻ എന്നുള്ളത് ചേട്ടൻ്റെ പേരാണ്? അങ്ങനെയാണ് അറിയാം. നാട്ടുകാർ മൊത്തം അറിയപ്പെടുന്നത്. അല്ലാതെ പിന്നെ ID കാർഡിലൊന്നും അങ്ങനത്തെ ഉള്ള പേരൊന്നും ID കാർഡിൽ ബെഞ്ചമിൻ എന്നേ ഉള്ളൂ. പക്ഷെ നാട്ടുകാർ മൊത്തം ഗുണ്ട ബെഞ്ചമിൻ എന്നാണ് വിളിക്കുന്നത്. പിള്ളേരടക്കം അതാണ് വിളിക്കുന്നത്. ഗുണ്ടാപ്പണി നിർത്തി കൊറോണയ്ക്ക് ശേഷം വേറെ ജോലിയൊന്നും ഇല്ലാതെ ഗുണ്ടാപ്പണിയും നിർത്തി മീശ എടുത്തു. എന്നിട്ട് നാട്ടുകാർ ഇപ്പോഴും ഗുണ്ടാ ബെഞ്ചമിൻ. അത് മാറ്റും. നമുക്കൊരു കാര്യം ജി ബെഞ്ചമിൻ ആക്കിയാലോ? എന്ത് മാറ്റിയാലും കുഴപ്പമില്ല. എന്നെ ബെഞ്ചമിൻ എന്ന് മാത്രം വിളിച്ചാൽ ഗുണ്ട എന്നുള്ള പേരൊന്ന് മാറ്റി തന്നെ. ജി വേണ്ട. അത് മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടേ ഇപ്പം ഗുണ്ട എന്നുള്ള പേര് ചേട്ടൻ്റെ ID കാർഡിലൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് കൊടുത്തിട്ട് മാറ്റി 600 രൂപ കൊടുത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാമായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ മാറ്റിയില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. തന്നെ ഈ ആരോഗ്യവും ഇല്ല ഇപ്പൊ ഗുണ്ട. സന്തോഷം വേറെ ആർക്കും കൊടുക്കണ്ട. അത് ഞാൻ ആളിനെ ഇപ്പൊ അങ്ങോട്ട് വിടാം. ഓ നീ അല്ലല്ല ആളിനെ ഇപ്പൊ വരും. മാർജിൻ ഫ്രീ അല്ലേ? നമ്മൾ ചെയ്യൂടെ അതൊക്കെ. നീയേ ഒരു മാർജിൻ ഫ്രീയുടെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. നീ ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് 5000 രൂപ തരും എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരസ്യം. ആരെങ്കിലും ചിപ്സ് വാങ്ങിക്കാൻ വരുന്നതാ? ഈ ചിപ്സ് വേറെ ഒരു സ്ഥലത്തും കിട്ടുന്നില്ല, നമ്മുടെ മാർജിൻ ഫ്രീയിൽ മാത്രം. ക്യാമറ മൊബൈലിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ നീ പൈസ മാറ്റാണ്ടോ, ഷൂട്ടിങ് നമുക്ക് പിന്നെ ചെയ്യാം. നീ പെട്ടെന്ന് ചെല്ലി. ഇതാരും ഇത് ഗുണ്ട ബെഞ്ചമിൻ. അപ്പം പുള്ളിയുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഗുണ്ട എന്നുള്ള പേര് മാറ്റണമെന്ന്. പക്ഷെ ID കാർഡിലൊന്നും ഇല്ല. ഇല്ല. അപ്പം ഞാൻ പറഞ്ഞാൽ മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ID കാർഡിലല്ലോ. അവന് പറഞ്ഞു മാറ്റാൻ പറ്റൂലെന്ന്. ഞാൻ കൂട്ട ID കാർഡിൽ അങ്ങനെ ഇവിടെ എല്ലാം മാറ്റാൻ പറ്റും. ഞാൻ മാറ്റി തരാം. ഗുണ്ട എന്നുള്ള പേര് മാറ്റണം. ഗുണ്ട മാറ്റി ബെഞ്ചമിൻ മാത്രമാക്കി. മാറ്റി ബെഞ്ചമിൻ മാത്രമേ ഉള്ളൂ. ഇനി നീ ചെല്ലി, അതൊക്കെ ഞാൻ ചെയ്തോളാം. ആരും വന്നാലും പറ്റൂലെന്ന് പറയരുത്. ഈ സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് ഞാൻ വാട്സപ്പ് ചെയ്യാം. ശാന്തിവിള എന്നാ, പുളിയറക്കോണമെന്നാ, എന്താ ഞാൻ അയക്കാം. അപ്പൊ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ട മാറ്റി ബെഞ്ചമിൻ ആക്കി. അനുഗ്രഹീതൻ ബെഞ്ചമിൻ എന്നാക്കിയാലോ? അപ്പൊ കുറച്ചുകൂടെ നന്മ ഫീൽ ചെയ്യും. എന്തായിരുന്നാലും കുഴപ്പമില്ല, ഗുണ്ട മാറ്റി തന്നാൽ. ഗുണ്ട കച്ചവടം ആയിരുന്നോ നേരത്തെ? ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഗുണ്ട അയ്യോ ഉറപ്പായിട്ട് മാറ്റി തരാം. അപ്പൊ നിങ്ങൾക്ക് റിഡക്ഷൻ ഉണ്ട് കേട്ടാ. 800 രൂപ തന്നാൽ മതി. 600 മറ്റേ 600 ആയിരുന്നു. ഇപ്പൊ മഷിക്കൊക്കെ വില കൂടി, പത്രത്തിൽ അച്ചടിച്ച് വിടണ്ടേ, പിന്നെ പേപ്പറിന് വില കൂടി. 800 രൂപ ഉണ്ടാ ഇപ്പൊ കയ്യിൽ? തരാം. ഗുണ്ട എന്നുള്ള പേര് മാറ്റണം. നാളെ ഒരു ഞായറാഴ്ച കൊടുത്താൽ മതിയല്ലോ, അതാകുമ്പോ ഒരുപാട് പേര് വായിക്കും. മതി. ഫോട്ടോയും കൂടെ തരണേ. ഫോട്ടോ ചിരിച്ചോണ്ട് എടുത്തു. എഴുതി കാണിക്കോ? ഇത് പത്രത്തിലാണ് ഇടുന്നത്. വീഡിയോയിൽ ഇടണമെങ്കിൽ 5000 രൂപയാവും. വേണ്ട, പത്രത്തിൽ മതി. നല്ല വെള്ള ഷർട്ട് ഇട്ടിട്ട് ഒരു ഫോട്ടോയും കൂടെ ചിരിച്ചോണ്ട്. ഓക്കെ. ഗുണ്ട ബെഞ്ചമിൻ. അഡ്രസ് എന്തൊരു? തട്ടാമ്പ്ലാകം. എല്ലാം തട്ടും തുട്ടും തന്നെ അല്ലേ? ഗുണ്ട ആയോണ്ടായിരിക്കും. ശരി ശരി. ഇതാണെന്ന് തോന്നുന്നു അവര് പറഞ്ഞ സ്ഥലം. ആണോ? എന്തോന്ന് കാണിക്കണം നമ്മളെ. ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വെക്കൂടായിരുന്നു അവർക്ക്. ഞാൻ കൂടെ പോകില്ലായിരുന്നാ? ഇനി അവര് വല്ലയിടത്തും ട്രിപ്പ് പോയതായിരിക്കും അമ്മാവാ. ട്രിപ്പ് പോവാനാ? ട്രിപ്പ് പോകാനാണെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കുവോ? അതുമല്ല ചാരുമോൾ എൻ്റെ അടുത്ത് പറയാതെ ഒരിടത്തും പോകൂല. വല്ല ഹിൽ സ്റ്റേഷനൊക്കെ ട്രിപ്പ് പോയ റേഞ്ച് കിട്ടൂല അമ്മാവാ. അതല്ലേ പറഞ്ഞത്, എൻ്റെ അടുത്ത് പറയാതെ പോകൂലെന്ന്. ആ നമുക്ക് എന്നാ കാണാനില്ലെന്ന് പറഞ്ഞ പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? ഈ മണ്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയല്ല മോളെ. അത് നാട്ടുകാർ മൊത്തം അറിയൂലേ, പിള്ളേരെ ഭാവിയെ ബാധിക്കൂലേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അമ്മാവാ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അമ്മാവാ. അവന്തിയും അവരും കൂടെ ബാംഗ്ലൂർ പോയിട്ടുണ്ടാവുമോ? അമ്മാവന്റെ അവന്തിയുടെ അമ്മയുടെ നമ്പറില്ലേ, അതിലൊന്ന് വിളിച്ചു നോക്ക്. വിളിക്കാം, പക്ഷെ അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്തിമോളുടെ അമ്മ ഇത് അറിയൂലേ. അപ്പൊ ഞാൻ എന്തോ ഉത്തരം പറയും? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടില്ല മോളെ. എനിക്കിപ്പോൾ അതാണ് ടെൻഷൻ. മോളൊരു കാര്യം ചെയ്യും, മോൾ ഈ വഴിക്ക് അന്വേഷിക്കും, ഞാൻ ഈ വഴിക്ക് അന്വേഷിക്കാം. പോയി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. ഇനി അമ്മാവനെ അങ്ങനെ കാണാതെ പോവോ? എന്തോന്നടി, ഞാൻ തീരെ ചെറുതാ. നീ ഒരു കാര്യം ചെയ്യും, വണ്ടി ഇവിടെ ഇരിക്കട്ടെ. എവിടെ പോയാലും നീ ഇവിടെ തന്നെ വരണം. ഈ ചാക്കോ നീ എന്നെ വെച്ചോ. വെക്കോ ഇവിടെ തന്നെ. ഇവിടെ വന്നാൽ മതി. സൂക്ഷിച്ചു പോണേ. ഹലോ സബാന്റെ അനിയത്തി എവിടെ പോണ്? ഞാൻ സബാന്റെ അനിയത്തൊന്നുമല്ല. പേരറിയാത്തോണ്ട് വിളിച്ചാൽ എന്താണ് പേര് പറ. ഐ എം സ്റ്റെഫി ജാക്സൺ. സ്റ്റെഫി ജാക്സൺ എവിടെ പോണു? ഞാൻ ചാരുവിനും ടീനൊക്കെ അന്വേഷിച്ച് ഇറങ്ങിയതാ.
ശാലിനി ചേച്ചി അന്വേഷിച്ചു ആ അവരോട് പോയത് അവര് ഇന്നലെ വീട് നോക്കാണെന്ന് പറഞ്ഞ് ഇന്നലെ ഇറങ്ങിയതാണ്. ഈ നേരം വരെ വന്നിട്ടില്ല തിരിച്ച്. ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഈ നേരം വരെ തിരിച്ചു വന്നിട്ടില്ലെന്നാ? ഇല്ല. ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെയാണോ അന്വേഷിക്കണത്? പിന്നെ എങ്ങനെ അന്വേഷിക്കണം? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ പോലുള്ള ആൾക്കാരല്ലേ കോണ്ടാക്ട് ചെയ്യേണ്ടത് തന്നെ. ആ കിഴങ്ങനവിടെ? ആരമ്മാവനോ? ഓ ആ അമ്മാവൻ വേറെ വഴിക്ക് അവരെ അന്വേഷിക്കാൻ വേണ്ടി പോയേക്കുവാ. വേറെ വഴിക്ക് അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കണേ. ഇങ്ങനെ തപ്പി അടക്കാൻ പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും നല്ല മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ അത്? ഞങ്ങൾക്ക് ഇങ്ങനെ അന്വേഷിക്കാൻ അറിയത്തുള്ളൂ. ഇങ്ങനെയൊന്നും അന്വേഷിച്ചാൽ കിട്ടൂല. കാര്യമായിട്ട് ഞാൻ പറയണേ, ഇങ്ങനെ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റൂല. എന്നാ നീ വല്ല ഡയൽ അടിക്കാതെ നീ അവരെ തപ്പി കണ്ടുപിടിക്കേ. ഞാൻ തപ്പി കണ്ടുപിടിക്കും. എന്റെ കൊച്ചിനെയാണ് കാണാതായിരിക്കണം, ഞാൻ തപ്പി കണ്ടുപിടിക്കും. പിന്നെ ഇത് എവിടെ പോയിരിക്കണത്? ആ അതെ അമ്മാവൻ വരുന്നു. എന്തോന്ന് കാണിക്കണം. എന്തോന്നാണ് തേരപ്പറ നടക്കുന്നത്? എന്റെ കൊച്ചെവിടെന്ന് പറ. എന്റെ കൊച്ചിനെ കാണാനായിട്ട് ഒരു അക്ഷരം നിങ്ങൾ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ആവശ്യമായിട്ട് തോന്നിയില്ലെന്ന് എന്തോന്ന് സംസാരം നിങ്ങൾ സംസാരിക്കുന്നത്? ചുമ്മാ ഭയങ്കര മോശമാണ് കേട്ടാ. എന്തോന്ന് മോശം? എനിക്കറിയാം എന്റെ ചാരുമോളെ കാണാതെ എനിക്കറിയാം കണ്ടുപിടിക്കാൻ. എങ്ങനെ കണ്ടുപിടിക്കും? ഞാനിവിടെ സഹായിക്കൂലേ? എന്റെ കൊച്ചല്ലേ ഇത്? നിന്റെ കൊച്ചാ? നിന്റെ കൊച്ചാണെന്നേ നീ മാത്രം തീരുമാനിച്ചാൽ ഞാൻ തീരുമാനിക്കൂല, എന്റെ ചാരുമോളും തീരുമാനിക്കൂല. എന്റെ അമ്മാവൻ വഴക്ക് നിർത്ത്. പോയ കാര്യം എന്തായി? എല്ലാവരും അന്വേഷിച്ചു മോളെ, പക്ഷെ ആരും കണ്ടില്ലെന്നാണ് പറയണത്. ഉദ്ദേശം എത്ര മണിക്കാണ് അവര് ഇവിടെ വന്നെന്നാണ് പറഞ്ഞത്? ഇന്നലെ ഞാൻ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക. 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് സ്കൂട്ടറിന്. എത്ര മണിക്ക് തിരിച്ചു വീട്ടിൽ നിന്ന്? ഇവ ഇത് എന്തോന്നൊക്കെ മോളെ ഈ പറയുന്നത്? ഇവ എവിടെ പോണത്? അമ്മാവൻ സമാധാനപ്പെടാൻ എന്തേലും വഴി കണ്ടിട്ടുണ്ടാവും. പത്ത് 25 അവരിങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്ന് അവർ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ പിന്നീട് അവരിങ്ങോട്ട് തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ വരാത്തത് കൊണ്ടും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്തോ അവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല നിനക്കിതെങ്ങനെ അറിയാം? അണ്ണാ CCTV ഇരിക്കുന്നുണ്ടാ? കണ്ടാ? ഔട്ട് അകത്തുണ്ട്. കറക്റ്റ് ടൈം ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവൂലേ? അപ്പം ബ്രില്യൻ പവി. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വരാത്തത് കൊണ്ട് എന്തോ വിഷയമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വഴി അങ്ങോട്ടല്ലേ പോയിരിക്കുന്നത്? നമുക്ക് പോയി അന്വേഷിച്ച് നോക്കാം. കഴിക്കടിയാ മതി. എനിക്കങ്ങ് വേണ്ട. എടി ഇന്നലെ ഒരു പപ്സും ഡ്രിങ്ക്സും മാത്രമല്ലേ കുടിച്ചുള്ളൂ. ഒന്ന് കഴിക്കടി. നിനക്ക് ഇത് കഴിച്ച പോലെ ആരോഗ്യം വന്നാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. കഴിക്കും. എടി ആ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ആരോ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. നമുക്ക് അവരെ കണ്ടുപിടിച്ച് അവരെടുത്ത് നമ്മളെ രക്ഷിക്കാൻ പറഞ്ഞാലോ? നല്ലൊരു ഐഡിയ അല്ലേ അത്? നോക്കാം. നീ പേടിക്കില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. അയാളാ പറഞ്ഞതേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളെ കുറിച്ചാണ്. ഒന്ന് പോടിപ്പോലെ ഇവിടെ ചുമ്മാ പറയുന്നതാണേ. ഞാൻ ഉള്ളതാ പറഞ്ഞത്. അങ്ങനെ ഒരാൾ ഈ വീട്ടിലില്ല. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? എടി അയാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടായിരുന്നോ? അവൾക്ക് ഈ വീട് പ്രിയപ്പെട്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതങ്ങ് വിശ്വസിച്ച്. ഇന്നത്തെ വല്ല ഹൊറർ സിനിമയോ? ഓ ഇതാ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രിക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ പണി പാള് മക്കളെ എന്നെ മനസ്സ് പറയുന്നത്. നല്ല കുഞ്ഞുലക്ഷ്മിയല്ലേ? എന്റെ പൊന്നുമോളല്ലേ? ഇതോടെ ഓടല്ലേ? നല്ല കുട്ടിയല്ലേ മോളെ? എന്നിങ്ങനെ ഓട്ടിക്കാതെ അങ്ങനെ തിന്നു